ഇന്ന് മുതൽക്ക് ഒരു 7-day ചാലഞ്ച് തുടങ്ങാൻ പോവുകയാണ്. യൂഷ്വലി ഒരു ഹാബിറ്റ് ലൈഫിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 21 days ആണ് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കണക്കൂട്ടുന്നത്. ചില റിസർച്ച് അതിനെ ഡിനേ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു ചെറിയൊരു മൈൽ സ്റ്റോൺ വെച്ച് തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി, സ്ട്രെസ് ഒന്നും ഇല്ലാതെ. അതുകൊണ്ടാണ് 7-day ചാലഞ്ച് നോക്കുന്നത്. 7-day ചാലഞ്ചിൽ 5 ഹോബീസ് അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ 2 ആക്ടിവിറ്റീസ് ഞാൻ ഇന്നലെ മുതൽക്കേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സോ ഇന്നലെ മുതൽക്കായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. വേറെ 3 ആക്ടിവിറ്റീസ് ഇന്ന് മുതൽക്കാണ് കൗണ്ട് ചെയ്യുന്നത്. സോ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു വൺ ഡേ പോലും മിസ് ചെയ്യാൻ പാടില്ല. മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഫസ്റ്റ് ഡേ മുതൽക്കേ ചെയ്തു തുടങ്ങണം. പക്ഷെങ്കിൽ പീരിയഡ്സ് ഒക്കെ എനിക്കിപ്പോൾ ഈ ആഴ്ചയിൽ പീരിയഡ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഡേ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ഡേ എക്സ്ക്യൂസ് ഉണ്ട്. പിന്നെയും 1 day എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ട് 7 days കംപ്ലീറ്റ് ചെയ്യാം. അതല്ല ലേസി ആയിട്ടാണ് അയ്യോ ചെയ്യണ്ട, പ്രൊക്രാസ്റ്റിനേറ്റ് ആണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ഫസ്റ്റ് മുതൽക്കേ തുടങ്ങണം. സോ അതാണ് ഇൻസ്ട്രക്ഷൻസ് വെച്ചേക്കുന്നത്. സോ ചെയ്തു തുടങ്ങാം. ആക്ടിവിറ്റീസ് ഇതാണ്: 5:30 എണീക്കുക, വർക്കൗട്ട് ചെയ്യുക, ജേർണലിംഗ് എഴുതുക, 45 minutes ഓഫ് സ്റ്റഡിങ് ആൻഡ് 20 minutes ഓഫ് റീഡിങ് എനി ബുക്ക്. സോ ഫസ്റ്റ് ഡേ ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി ആണ്. ഷാർപ്പ് 5:30 എണീക്കാൻ പറ്റിയിട്ടില്ല. 5:42 എണീക്കുന്നത്. സോ ആദ്യത്തെ ദിവസത്തെ 45 minutes ഓഫ് സ്റ്റഡിങ് അല്ലെങ്കിൽ റീഡിങ് ആണ്. സോ ചെക്ക്. ഇന്ന് ഡേ 2 ഓഫ് വർക്കൗട്ട് ഡേ ആണ്. പക്ഷേ ജിമ്മിന് പോകാൻ പറ്റില്ല. ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ജിം ഓപ്പൺ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. ഗ്രോ ഇൻ ഗനാനസ് എന്നാണെന്ന് തോന്നുന്നു സ്പെല്ല് ചെയ്യണത്. സോ ഒരു 25 minutes ഓഫ് ആപ്സ് വർക്കൗട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഡേ ചെക്ക്. സോ ഇത് ഡേ 2 ഓഫ് റീഡിങ് ഹാബിറ്റ് ആണ്. കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വായിക്കുന്ന ചാപ്റ്റർ 1 hour 10 minutes ഉണ്ട് തീർക്കാൻ വേണ്ടി. ബുക്ക് തന്നെ തീർക്കാൻ വേണ്ടി 2 hour 22 minutes കൂടി ഉണ്ട്. കറക്റ്റ് 7 days വായിക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു 20 minutes കൂടി എക്സ്ട്രാ ഉണ്ടാവുള്ളൂ. സോ ഓൾമോസ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആവും. വായിച്ചിറങ്ങാം. ഫസ്റ്റ് ഡേ ഓഫ് ടു ഡു ലിസ്റ്റ് ആൻഡ് ജേർണലിംഗ് ആണ്. ഇന്നലെ എഴുതിയിരുന്നു, എന്നാൽ പോലും ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഞാൻ കുറേ വർഷമായി, മോർ ദാൻ 1.5 years എന്തായാലും ആയി ജേർണലിങ്ങും ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയിട്ട്. ബട്ട് കൺസിസ്റ്റൻ്റ് ഡേ അല്ലായിരുന്നു. സോ ഇന്ന് മുതൽക്കെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഒരു 7-day ചാലഞ്ച് ചെയ്യണത്. ഞാൻ വിചാരിക്കണത് ടൈമറും കൂടി വെക്കാം. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചധികം നേരം എടുക്കും ടു ഡു ലിസ്റ്റ് എഴുതാനും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം എടുക്കും. അതാണ് ഞാനിങ്ങനെ ചെയ്യാതെയൊക്കെ ഇരിക്കണേ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടൈം സ്പാനിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ അല്ല. സോ ഐ ലെറ്റ് യു നോ ദ ടൈം നൗ. ഇപ്പോൾ സമയം 10:08 ആണ്. നമുക്ക് ടൈമർ വയ്ക്കാം. സോ ഇന്നത്തെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, നാളത്തെ ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ട്, ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ചെയ്യുന്നുണ്ട്. ആ ടൈം സ്റ്റാർട്ട്സ് now. അങ്ങനെ എല്ലാ 5 ആക്ടിവിറ്റീസും ഇന്ന് ചെക്ക്ഡ് ആണ്.